ഫ്രീബീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഇതിൽ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഔട്ട്സ്, അതുപോലെ തന്നെ ഒത്തിരി പിമ്പിൾസും കാര്യങ്ങളൊക്കെ വേണം. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് മോസ്റ്റ് ഫേവർ ചാറും എൻ്റെ ചോര വരെ ഊറ്റി കുടിച്ച് കഴിച്ചു. ഞാൻ എല്ലാം ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. എത്ര കുഴഞ്ഞിരിക്കുന്നവർ ചാടി ഇരിക്കും ഗൈസ്, സൂര്യൻ തിളങ്ങി നിൽക്കുന്നു, ഇതിന്റെ ജ്വലിച്ച് നിൽക്കും ഗൈസ്. ഹലോ എവ്രിവൺ, അപ്പൊ വെൽക്കം ടു മൈ വ്ലോഗ്. അപ്പൊ എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ എല്ലാവരും തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു സ്മിറ്റ് ഓൺ ഹോൾ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ സ്മിറ്റോണിന്ന് 2 പെട്ടികൾ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. 2 പെട്ടികൾ മാത്രമല്ല, ഇതിനകത്ത് നമുക്ക് കുറച്ച് ട്രയൽ പ്രൊഡക്ട്സ് ഉണ്ട്. ഞാനിത് മിക്കത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് വന്നത്. പിന്നെ ഇതിൻ്റെ ട്രയൽ പ്രൊഡക്ട്സ്, പിന്നെ നമുക്ക് ഫ്രീബീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഫ്രീബീസ്, ഇഷ്ടം പോലെ നമുക്ക് ഒത്തിരി അല്ല ഗൈസ്, കുറച്ച് ഫ്രീബീസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത ബോക്സിൽ ഞാൻ ആദ്യം വാങ്ങിയിട്ടുള്ളത് ഈ ഒരു റേസറാണ്, നമ്മുടെ ബോംബെയുടെ ഒരു റേസറാണ്. ഇതിൻ്റെ ട്രയൽ പോയിന്റ് വന്നിട്ട് 1 ആണ് ഇതിൻ്റെ ട്രയൽ പോയിന്റ് വന്നിട്ട്. ആൻഡ് ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. നമ്മൾ സാധാരണ റേസേഴ്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇതും എനിക്കല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കൊള്ളാൻ നല്ലൊരു പ്രൊഡക്റ്റാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഒരു മോയിസ്ചറൈസറാണ്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്തിട്ടില്ല, ഇത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം ഒത്തിരി വാങ്ങിയത് മോയിസ്ചറൈസറാണ്, ഇത് യൂസ് ചെയ്തിട്ടില്ല. കണ്ടോ, ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇനി വേണം എനിക്ക് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ തന്നെ ഞാനൊരു സെറം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു നയാസിനമായിട്ട്. ഇഷ്ടപ്പെട്ടില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫേസിൽ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഔട്ട്സ്, അതുപോലെ തന്നെ ഒത്തിരി പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നയാസിനാണ്. പിന്നെ അതിൻ്റെ ബോട്ടിൽ വന്നിട്ട് ഭയങ്കര ക്യൂട്ടാണ്. എന്താ ഇതിന് ഓൾമോസ്റ്റ് കുറച്ചും കൂടെ ഉള്ളു, ഓൾമോസ്റ്റ് എല്ലാം ഒരുപാട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ഞാൻ സെക്കൻഡാണ്, ഇത് രണ്ടാമതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇപ്പം ഞാൻ അതിന് ഓർഡറിലൊന്നും കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് യൂസ് ചെയ്ത വയസ്സ് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ അടുത്ത വന്നിട്ട് നമ്മുടെ ഇതിൻ്റെ ട്രയൽ പോയിന്റ് എനിക്ക് അറിയത്തില്ല, കാരണം ഇതെനിക്ക് ഫ്രീബി ആയിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ ട്രയൽ പ്രോഡക്റ്റ് പോയിന്റ്. സോ നെക്സ്റ്റ് വന്നിട്ട് നമ്മളത് ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഒരു മോയിസ്ചറൈസറാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഡോട്ട് ആൻഡ് കീയുടെ ഈ 2 മോയിസ്ചറൈസറും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വേറൊരു മോയിസ്ചറൈസറും കൂടെ ഉണ്ടായിരുന്നു, മറ്റേ വിറ്റാമിൻ സിയുടെ എന്തോ ആണ്, അതിൻ്റെ കയ്യിലില്ല. ചേച്ചിക്ക് കൊടുത്തേക്കുന്നത് ഗൈസ്. അപ്പോൾ എനിക്ക് അറിയത്തില്ല. ചേച്ചി പിന്നെ യൂസ് ചെയ്തിട്ട് നല്ല കിടിലൻ പ്രൊഡക്റ്റാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ അക്വലോജിക്കയുടെ ഒരു ഫേസ് വാഷ് വന്നിട്ടുണ്ട്. ഇത് അടിപൊളിയാണ്. എനിക്ക് അതിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് നല്ല രസമാണ്. അപ്പോൾ ഞാൻ അത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫേസ് വാഷാണ്. പിന്നെ ഇതാ ഈ ഒരു ഫേസ് വാഷ് മാമഅർത്തിൻ്റെ ഉപ്ടൻ ഫേസ് വാഷാണ് കേട്ടോ, വിത്ത് ടേമറിക് ആൻഡ് സാഫ്രോൺ. സത്യം പറയാം എനിക്ക് യൂസ് ചെയ്തിട്ട് കൊള്ളാം, പക്ഷേ ഇതിൻ്റെ മണം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു എന്താ എനിക്കറിയത്തില്ല ഗൈസ്. അന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെടാതിരിക്കണം എന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണമൊക്കെ ആയിരിക്കാം. പക്ഷെ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം എന്തോ പോലെയുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരൊറ്റ വട്ടം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒറ്റ വട്ടം യൂസ് ചെയ്തിട്ട് എങ്ങനെ എനിക്ക് കൊള്ളാമെന്ന് പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കില്ല. എനിക്ക് യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തില്ല. ഞാൻ ഒരൊറ്റ വട്ടം യൂസ് ചെയ്തു. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ഇതെന്ന് പറഞ്ഞത്, ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രബിങ് എഫക്റ്റ് കൂടി ഇത് തരുന്നുണ്ട്. കാരണം ഈ സ്ക്രബിനകത്ത് നമ്മളുള്ള തരിതരിപ്പുണ്ടല്ലോ, ആ സാധനം ഇതിനകത്തുണ്ട്. അത് ഉള്ളതുകൊണ്ട് പിന്നെ അതുപോലെ മാമഅർത്തിൻ്റെ പ്രൊഡക്ട്സിൽ ഒരുവിധം നല്ലതാണെന്നില്ല. സോ അതുകൊണ്ട് എനിക്ക് വാങ്ങണമെന്നുള്ളതൊക്കെ വാങ്ങി ട്രൈ ചെയ്യാം. ഇതിൻ്റെ പോയിന്റ് വന്നിട്ട് ട്രയൽ പോയിന്റ് വന്നിട്ട് 1 ആണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ബോഡി വാഷ് എന്ന് പറഞ്ഞാൽ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഒരു ബോഡി വാഷ് ഉണ്ടാ. ഇതും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, ഫ്രീ ആയിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. എനിക്കറിയത്തില്ല ഇതിൻ്റെ ട്രയൽ പ്രൊഡക്റ്റ് എന്നാ വരുന്നത്, സോറി ഗൈസ്. പിന്നെ അതായത് നമ്മുടെ സെറ്റാഫിലിൻ്റെ മോയിസ്ചറൈസറാണ്. ഇതും പറയാതിരിക്കാൻ പറ്റുന്നില്ല, ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓൾമോസ്റ്റ് ഇത് തീരാറായി, അത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്ട്സിനകത്തുണ്ട്, അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ട്രയൽ പോയിന്റ്സ് വാങ്ങിച്ചതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, അതായത് മോസ്റ്റ് ഫേവർ വന്നിട്ട് നമ്മുടെ മാമഅർത്തിൻ്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ മോയിസ്ചറൈസറാണ്. ഇത് പറയാതിരിക്കും, ഇതിനകത്തൊന്നും ഇല്ല ഗൈസ്. അത്ര ഇതിനകത്ത് ഞാൻ ഇനി എന്ത് വരാനുണ്ടോ അതിൻ്റെ ചാറും അതിൻ്റെ ചോര വരെ ഊറ്റി കുടിച്ച് കഴിച്ചു. ഞാൻ ഒന്നുമില്ല, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. അപ്പം നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഗൈസ് ഇത്
ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിഡിലാണ്. ഇത് ഇടുമ്പോൾ തന്നെ നമുക്ക് ഫേസിൽ ഭയങ്കര ഒരു ഗ്ലോ കിട്ടും. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളൊരു ഫേസ് ക്രീമാണ് SPF 30 ഉള്ള പിൽഗ്രിമിൻ്റെ പ്രൊഡക്റ്റാണ്. അത് ഞാനൊരു 2 times ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ പ്രൊഡക്റ്റാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്തില്ല. ഓക്കെ പ്രൊഡക്റ്റാണ്. ഇത് തുറന്നിട്ട് വരുന്നില്ല. ഇതിൻ്റെ ഒന്ന് ട്രയൽ പോയിന്റ് പറഞ്ഞില്ല അല്ലേ. മാമ എർത്തിൻ്റെ ഇത് ഈ ഒരു മോയിസ്ചറൈസർ വന്നിട്ട് 0.2 ആട്ടോ. ട്രയൽ 0.2 ആണ്. പിന്നെ ഇത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലാം ഫ്രീ ആയിട്ടാണ് കിട്ടിയതാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാം ഇതിനകത്ത് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. പിന്നെ ഈ ഒരു ടോണറും അടിപൊളിയാണ്. ഇത് അടിക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര കുഴഞ്ഞിരിക്കുന്നവർ ചാടി എണീക്കും ഗൈസ്. കാരണം അത്ര അടിപൊളി സാധനമാണ് ഇതൊന്ന് മുഖത്ത് വെറുതെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചാടി എണീക്കും എല്ലാവരും. അത്രയ്ക്ക് അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ട്രയൽ പോയിന്റ് വന്നിട്ട് 2 ആണ് കേട്ടോ. 2 ആണ് ട്രയൽ പോയിന്റ്. ഇനി എവിടെ നോക്കിയാൽ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു ബുക്കിൽ എഴുതിയിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഈ ഗ്രീൻ ടീൻ്റെ ഇത് ഞാൻ ആകെ ഒരു നൈറ്റ് ജെല്ലാണ് കേട്ടോ. ഇത് ഞാൻ ആകെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു 3 days എന്തോ ആണ്. കുഴപ്പമില്ല. ഇത് ഇടുമ്പോഴത്തെ ഭയങ്കര കൂളിംഗ് എഫക്റ്റ് കിട്ടും. പക്ഷെ അത് ഇടുമ്പോൾ നമ്മൾ വേക്കും നമ്മൾ മുഖം എന്തോ കൊള്ളുന്നു എന്നൊക്കെ പോലെ വിചാരിക്കും. ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്. കുഴപ്പമില്ലെന്ന് തോന്നണം. ഇതും എനിക്ക് ഫ്രീ ആയിരുന്നെന്ന് തോന്നുന്നു. നോക്കട്ടെ. അല്ലല്ലെങ്കിൽ ഫ്രീ അല്ല ഗൈസ്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയത്. ഇത് ഒരു പോയിന്റ് കേട്ടോ ഇതിന്. പിന്നെ ഈ ഒരു സാധനം. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. സ്മിത്ത് ആൻഡ് പ്രോഡക്ട്സ് ട്രയൽസ് ട്രൈ ചെയ്തിട്ടുള്ളവർക്ക്. ഇത് നമ്മുടെ പ്ലമ്മിൻ്റെ വാനിലയുടെ ബോഡി ലോഷനാണ്. പറയണ്ടല്ലോ ഗൈസ്. കിഡിലൻ പ്രൊഡക്റ്റാണ്. നല്ല മണമാണ്. പക്ഷെ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല കേട്ടോ. ഒന്നുമല്ല. കുഴപ്പമില്ല, യൂസ് ചെയ്യാം. ഞാനിത് എപ്പോഴും നൈറ്റാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ മണം. പിന്നെ നമ്മുടെ പ്ലമ്മിൻ്റെ സൺസ്ക്രീൻ. ഇത് ഞാൻ എൻ്റെ ഷോർട്ട്സ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അബദ്ധം പറ്റിയ പ്രൊഡക്റ്റാണ്. പക്ഷെ അല്ല ഗൈസ്. ഇത് നമുക്ക് ഭയങ്കരമായിട്ടൊരു മോയിസ്ചറൈസിങ് എഫക്റ്റ് തരും. അതുപോലെ തന്നെ ഇത് ഇടുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്റ്റോപ്പ് ക്രീമൊക്കെ ഉണ്ടല്ലോ വേണ്ട. അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഈ ഒരു സാധനം മതി. അത്രയ്ക്ക് ഗ്ലോ ആണ് ഈ ഒരു സാധനം. നമ്മൾ ആ ബീട്രൂട്ടിൻ്റെ മോയിസ്ചറൈസർ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് സൂര്യൻ തിളങ്ങി നിൽക്കുന്നു. ഇതിൻ്റെ ജ്വലിച്ച് നിൽക്കും ഗൈസ്. കാരണം അത്രയ്ക്കും കിടിലൻ പ്രൊഡക്റ്റായത്. ഇത് സൺസ്ക്രീൻ വന്നിട്ട് 1 point ആട്ടോ. മറ്റേത് എനിക്ക് ഇതും 1 point ആണ്. പിന്നെ അതിൻ്റെ തന്നെ ഒരു സ്പ്രേ നോക്കിയത് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഏകദേശം ഈ ഒരു വിരലിൻ്റെ അത്രയേ ഉള്ളൂ ഇത്. പക്ഷേ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല സ്മെല്ലൊന്നും. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇതിന് ഒരു പോയിന്റേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും വാങ്ങി ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് എന്തായാലും പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ഫേസ് മാസ്ക് ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇതെനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഇത് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഷോർട്സ് ഞാൻ എന്തായാലും എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കയറി ചെക്ക് ചെയ്തിട്ട് ഈ ഒരു സാധനം ഇതും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. ഇതിൻ്റെ ട്രയൽ പോയിന്റ് ഒന്നും എനിക്കറിയത്തില്ല. ഇതും എനിക്ക് ഫ്രീ ആയിരുന്നു. എനിക്ക് ഏകദേശം ഞാൻ വാങ്ങിയതിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഫ്രീ ബീസ് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇപ്പം നമുക്ക് 6 ട്രയൽ പോയിന്റ്സ് കിട്ടുമല്ലോ. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഓഫേഴ്സിലൊക്കെ വരും. നിങ്ങൾക്ക് 4 ഫ്രീ ബീസ് കാണും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഓർഡർ ചെയ്യാൻ നോക്കുക. സോ ഞാൻ അങ്ങനെ ഉള്ളപ്പോൾ ഓർഡർ ചെയ്തപ്പോഴാണ് എനിക്ക് ഇത്രയും പ്രൊഡക്ട്സ് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ മോയിസ്ചറൈസിങ് കിറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫ്രീ ബീസ് ഒക്കെ വരാറുണ്ട്. ഇത്ര നേരം ഇങ്ങോട്ട് നോക്കിയാൽ സംസാരിച്ചാൽ അപ്പോൾ ഇവിടെ നോക്കി സംസാരിക്കാം. അപ്പോൾ അങ്ങനെ വരാറുണ്ട്. സോ ആ ടൈമിൽ നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരെണ്ണം ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ 2 അത് കൂടുതൽ എന്തായാലും കിട്ടൂല. അപ്പം ഓഫറുള്ള ടൈമിൽ ഓർഡർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു വീഡിയോ. ആൻഡ് ഇതിൻ്റെ ട്രയൽ പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെയും ട്രയൽ പോയിന്റ്സ് ഈ ഒരു സൈഡിൽ ഇങ്ങനെ കൊടുത്തേക്കാം പറയുമ്പോൾ. അപ്പോൾ അത്ര ഉള്ളായിരുന്നു എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വ്ളോഗായിട്ട് വരുന്നത് വരെ. അൺടിൽ ദെൻ ബൈ.